തൊട്ടുപോരുന്നവളെ. അപ്പൊ അവള് കാണിച്ചോ? ഞാൻ ചെയ്യേണ്ടത് അവള് ചെയ്തത്. പ്രിയ അത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഞാനത് ചെയ്തന്നെ. നിത്യക്ക് കാമുകനെ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടിയടാ? ഇത് കേട്ട് മിണ്ടാതിരിക്കാൻ നാണമില്ലേ നിങ്ങൾക്കൊന്നും? പട്ടി ആദ്യം പേപ്പട്ടിയാവും, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലും. ആ തന്ത്രം ഇവൻ ഇറക്കുന്നത്. അതെന്തിനാണെന്ന് ഇവനെ അറിയൂ. ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇല്ല ഇവിടെ. അതിനൊക്കെയുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ടവർ കണ്ടുപിടിച്ചോളൂ. നിന്റെ സഹായം അതിന് ആവശ്യമില്ല. ഇനി മേലലിങ്ങനെ വല്ലതും നിന്റെ നാവിന്ന് പുറത്തു പോന്ന അവളിപ്പോ ഒരടി അടിച്ചോളൂ. ഞാൻ നിന്നെ വെച്ചേക്കില്ല. മനസ്സിലായടാ? നമ്മുടെ നിത്യമോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതിന്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. അതെന്താണെന്നാ കണ്ടുപിടിക്കേണ്ടത്. അതിനു പകരം അവൾക്കെതിരെ അപവാദം പറയല്ല വേണ്ടത്. ഞാൻ അപവാദം ഒന്നും പറഞ്ഞില്ല. രഹസ്യ കാമുകൻ ഉണ്ടായിരിക്കാന്ന് പറഞ്ഞത് അപവാദം അല്ലേടാ? ഉണ്ടായിരിക്കാവുന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ല ഉണ്ടെന്നല്ല. എന്തായാലും നീ അങ്ങനെ പറഞ്ഞില്ലേ? മോനെ, മോനൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആകെ തകർന്ന് നിൽക്കല്ലേ മോനെ ഞങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങളുടെ സങ്കടം കൂടുകയല്ലേ ഉള്ളൂ. ഞാൻ വേറൊന്നും ചിന്തിച്ചല്ല മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. എനിക്കൊരു സംശയം തോന്നി, അത് പറഞ്ഞു. ഇനി മോൻ ഇതുപോലത്തെ സംശയങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. എന്നാലും അവള് കേറി എന്റെ മോനെ തല്ലിയത് ശരിയായില്ല. അവക്കാരാ അതിനുള്ള അധികാരം കൊടുത്തത്? എവിടുന്നോ വന്നൊരു പെണ്ണ്. അവക്കാണെങ്കിൽ നിത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും അവൾ അത് ചെയ്തു എന്ന് പറഞ്ഞത് തോന്നിയാസല്ലേ? വായിൽ നാക്കൊണ്ടെന്ന് കരുതി എന്ത് വിളിച്ചു പറയാൻ നിന്നാലേ ഇങ്ങനൊക്കെ സംഭവിച്ചെന്നിരിക്കും. നിത്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഇവൾക്ക് വരെ തല്ലാൻ തോന്നും. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു മരണം നടന്ന വീടേത്. സൂക്ഷിക്കണം, എന്ത് ചെയ്യുമ്പോഴും പറയുമ്പോഴും. ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങി പൊയ്ക്കൂടെ? നാണം കെട്ടി ഇനി ഇവിടെ നിൽക്കണോ? ജയിലിൽ കിടന്നു കണ്ടവളുമാരുടെ തല്ലുകൊണ്ടു. നിനക്ക് അഭിമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിറങ്ങണം. അങ്ങനെ ചെയ്യരുത് പ്രഭാവതി. പിന്നെ എങ്ങനെ ചെയ്യണം? പാർവതിയുടെ മോനാണ് തല്ലുകൊണ്ടെങ്കിൽ പാർവതി സഹിക്കോ? ഞാനൊരമ്മയാ. സ്വന്തം മകൻ ഏതോ ഒരുത്തിയുടെ തല്ലും കൊണ്ട് അതിനി എന്തിന്റെ പേരിലായാലും ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. മകന്റെ കയ്യിലിരിപ്പ് നന്നായിരിക്കണം. അതെന്താ ഈ അമ്മ ഓർക്കാത്ത? വഴക്കൊന്നും വേണ്ട മോളെ. ഈ സമയത്ത് ഈ വീട്ടിലൊരു വഴക്കുണ്ടാകാൻ പാടില്ല. അതിനി എന്തിന്റെ പേരിലാണെങ്കിലും. തൃപ്തിയായാലോടാ നിനക്ക്? എന്റെ മകനാ നീയെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. വേഗം പോയി ബാഗ് എടുത്തോണ്ട് വാ. ഇറങ്ങാം നമുക്ക് ഇവിടുന്ന്. ഇനിയൊരു നിമിഷം നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഇല്ലമ്മേ,
ഞാനിവിടെ ഇറങ്ങുന്നില്ല. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഭാര്യ ആവേണ്ടിരുന്ന പെണ്ണ മരിച്ചത്, അതും കൊലപാതകം. അത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടമ്മേ. ഞാനത് ചെയ്യും. ആര് ചെയ്തു, എന്തിനു ചെയ്തു? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് വരുന്ന പ്രശ്നമില്ല. മുത്തശ്ശി അമ്മയും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെ ഉപേക്ഷിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കണ്ട. ഞാന് ഇവിടെ തന്നെ നിൽക്കും, എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും. സോറി ചേച്ചി. എന്തിന്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. അയാൾ അങ്ങനെ പറഞ്ഞതും ഉള്ളിന്നൊരു എന്താ അതിനെ പറയാ, ഒരു നിമിഷത്തേക്ക് ഞാൻ ശരിക്കും ഞാനല്ലാതായതുപോലെ തോന്നി. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു അപവാദം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ആ ഒരു അവസ്ഥയിലായിരുന്നു എന്റെ മനസ്സ്. അങ്ങനെയാ ഞാനത് ചെയ്ത്. സാരല്ല, പോട്ടെ. മനഃപൂർവ്വമല്ലല്ലോ. അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നിക്കാണും അല്ലേ ചേച്ചി? അയാൾ എന്നെ പകയോടെ നോക്കുന്നുണ്ടായിരുന്നു. അയാൾ ഉപദ്രവിക്കോ ചേച്ചി? ഉപദ്രവിക്കാതെ ഞാൻ നോക്കിയാ പോരെ? അപ്പോ ഉപദ്രവിക്കുമല്ലേ? എന്തും ചെയ്യാൻ മടിയില്ലാത്തവനവൻ. ഒരിക്കൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ചാർജ് ചെയ്യപ്പെട്ട കുറ്റം എന്തെന്നറിയോ? കൊലപാതകം. അപ്പോ അയാള് തന്നെ ആയിരിക്കോ നിത്യയുടെ മരണത്തിന് പിന്നില്?